നമ്മളൊരു പഴഞ്ചൊല്ല് എപ്പോഴും പറയാറുണ്ടല്ലേ, കണ്ണില്ലാത്തവർക്കേ കണ്ണിന്റെ വിലയറിയൂ എന്നത്. ആ പഴഞ്ചൊല്ലിനെ മാറ്റി എഴുതിയിരിക്കുകയാണ് മലപ്പുറം മഞ്ചേരി ഏറനാട് നോളജ് സിറ്റി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. എന്താണ് അവർ ചെയ്തത് എന്നല്ലേ, സ്കൂളിലെ ഒരു ദിവസം കണ്ണുകെട്ടി ഇരുളിന്റെ ലോകത്ത് ചെലവഴിച്ചാണ് അവർ കാഴ്ചയുടെ വില അനുഭവിച്ചറിഞ്ഞത്. കണ്ണുകെട്ടി ക്ലാസ് മുറികളിലൂടെയും കളിസ്ഥലത്തുമൊക്കെ ഇങ്ങനെ തട്ടിത്തടഞ്ഞും ഭയപ്പെട്ടുമൊക്കെ വിദ്യാർത്ഥികൾ നടന്നു നീങ്ങി. പക്ഷേ കണ്ണുകളിൽ ഇരുളടഞ്ഞുപോയ മനുഷ്യരുടെ ജീവിതമാണ് അവർ അനുഭവിച്ചറിഞ്ഞത്. അഷ്കർ അലി കരിമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം. ഒരു ദിവസം നമുക്ക് ഈ വെളിച്ചം തരുന്ന കണ്ണുകളൊക്കെ ഇരുളടഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മലപ്പുറം മഞ്ചേരി ഏറനാടുള്ള ഇവിടുത്തെ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഒരു ദിവസം ആ ഇരുള് തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ടായി. അവരുടെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു ദിവസം മുഴുവൻ കണ്ണ് കെട്ടിക്കൊണ്ട് ആ ഇരുളിനെ അവർ അനുഭവിച്ചറിഞ്ഞത്. ആ അനുഭവം പങ്കുവെക്കാനാണ് ഇപ്പോൾ അധ്യാപകരും ഒക്കെ ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇത്ര ഒരു ആശയത്തിലേക്ക് പോയത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ക്ലാസ് മുറികൾക്കുള്ളിലോ പുസ്തകങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ല. അതിൻ്റെ അപ്പുറത്ത് കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുകൾ അനുഭവിച്ചറിയണം. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ അവരെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ തീവ്രത അവർക്ക് മനസ്സിലാകുന്നത്. അവരോടുള്ള ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം. നമ്മുടെ അധ്യാപകർ ഇങ്ങനെ ഒരു സജഷൻ വെച്ചു. അത് വളരെ നല്ല രൂപത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ പകർന്നു കിട്ടിയെന്നാണ്. ശരിക്കും ഇങ്ങനെ കണ്ണ് കെട്ടിയിട്ട് നടക്കുമ്പോഴൊക്കെ എന്താ തോന്നിയിരുന്നത്? എങ്ങനെ നടക്കാനൊക്കെ സാധിച്ചിരുന്നു? ശരിക്കും തോന്നിയിരുന്നത് ശരിക്കും പേടിയാണ്. എവിടെയെങ്കിലും പോയി തട്ടുമോ അങ്ങനെ ഓരോ പേടികളായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് അത് അങ്ങനെ മുന്നോട്ട് പോകാനൊക്കെ സാധിച്ചത്? ഇത് മെല്ലെ മെല്ലെ നടന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു ഈസി ആയി മാതിരി തോന്നി, കുറച്ചുകൂടി എളുപ്പമായി തോന്നി. കുറെ എല്ലായിടത്തും തപ്പി നടക്കായിരുന്നു, പേടിയായിരുന്നു. എവിടെയെങ്കിലും തട്ടുമോ എവിടെയെങ്കിലും വീഴുമോ എന്നൊക്കെ വിചാരിച്ചു. കണ്ണ് കെട്ടി ക്ലാസ് കേൾക്കുമ്പോൾ കൂടുതലൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ കണ്ണ് കാണാത്ത കുട്ടികളൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. അതെ, അവർക്ക് എന്തൊക്കെ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ വയ്ക്കൂല. അങ്ങനെയൊക്കെ കുറേ ആയിട്ട് നല്ല ഹാർഡായിരിക്കും. ഞാൻ ബ്ലൈൻഡായ എങ്ങനെ ഉണ്ടാകുന്നത് തന്നെ എനിക്കിങ്ങനെ ആലോചിച്ച് നോക്കാൻ തന്നെ സങ്കടം വന്നിരുന്നു. ഞാൻ ശരിക്കും ആലോചിച്ചു ബ്ലൈൻഡ് ആൾക്കാരുടെ അവസ്ഥ, അവരുടെ പ്രയാസങ്ങൾ എന്തായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ അവരുടെ പ്രയാസങ്ങൾ ആഴത്തിലേക്ക് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ്. ടോട്ടലി അവർ ഓൾറെഡി കണ്ണ് കാണുന്നവരായതുകൊണ്ട് അവർക്ക് കുറേ ഐഡിയകളുണ്ട്. പക്ഷെ കണ്ണ് കാണാത്ത ഒരാളുടെ അവസ്ഥ പറഞ്ഞാൽ അവരത് തപ്പിപ്പിടിച്ച് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ കുട്ടികളത് ശരിക്കും ജീവിതത്തിലൂടെ അത് അനുഭവിക്കുകയായിരുന്നു. അവർ എന്താണ് അവരുടെ പ്രയാസങ്ങൾ എന്നുള്ളത് പലപ്പോഴും ബോർഡിൽ എഴുതുന്നത് കാണാതെ പറയുന്നത് എന്താണെന്നൊരു ഐഡിയ ഇല്ലാതെ അതിങ്ങനെ ക്യാച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത്. ഇവൻ നമ്മൾ ഡെയിലി കാണുന്ന നമ്മളെ ഉമ്മാനെയും ഉപ്പാനെയും ഈ കുട്ടികൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഇവൻ സിബ്ലിങ്സിനായാലും അത് ഇതുവരെ കണ്ടിട്ടില്ല. ജസ്റ്റ് സൗണ്ട് കേട്ടിട്ടാണ് അവരോരോന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവൻ ഞങ്ങൾ കണ്ണ് കെട്ടി നടക്കുമ്പോഴും ആരെയും സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നത്, എവിടുന്ന വോയിസ് വരുന്ന അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട്. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അവർക്ക് ഈ ഒരു പ്രോഗ്രാമിന് ശേഷം. നന്നായിട്ട് അവർ എക്സ്പ്രസ് ചെയ്തിരുന്നു. എന്നാലും അതൊരു വല്ലാത്ത അനുഭവമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറേ മണിക്കൂറുകൾ ഇരുളടച്ച് നമുക്ക് ഒരു മിനിറ്റ് പോലും അങ്ങനെ കണ്ണടച്ച് ചെലവഴിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. എന്തായാലും ആ സ്കൂളിലെ അധ്യാപകർ ആ കുട്ടികൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് സമ്മാനിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും അകക്കണ്ണുകൊണ്ട് ലോകം കാണുന്നവർക്കുള്ള ഒരു ഐക്യപ്പെടൽ കൂടിയാണ് ഈ വ്യത്യസ്ത പാഠ്യാനുഭവം എന്നതിൽ തർക്കമില്ല. അഷ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.